ഇപ്പോൾ ഒരു തന്നെ ഈ റോഡിൽ നിന്ന് വാരി എടുക്കേണ്ടി വന്നത് തന്നെ. സുഹൃത്തുക്കളെ നമസ്കാരം. ഈ റോഡാണ്. കാലത്ത് എൻ്റെ പോസിറ്റീവ് വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞ് ആലോചിച്ച് നിൽക്കുകയായിരുന്നു. ഒരു 10-25 വയസ്സുള്ള ഒരുത്തൻ ബൈക്കിൽ ഓവർടേക്ക് ചെയ്തതാണ്. അവൻ ഓവർടേക്ക് ചെയ്ത കാറുകാരൻ്റെയും ഓപ്പോസിറ്റ് വന്ന ലോറിക്കാരൻ്റെയും നല്ല മനസ്സുകൊണ്ട് അവർ മാക്സിമം ബ്രേക്ക് പിടിച്ചുകൊണ്ട് ഇന്ന് അവൻ്റെ വീടിന് മുമ്പിൽ പന്തലിടേണ്ടി വന്നില്ല. അവനങ്ങനെ എന്താ വലിയ രാജാവിനെ പോലെ കയറിപ്പോയി. വല്ലവൻ്റെ ഔദാര്യം കൊണ്ടാണ് അവനൊക്കെ വീട്ടിലെത്തണേ എന്നുള്ളത് ഇവരൊന്നും ആലോചിക്കുന്നില്ല. ഞാനും ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിൻ്റെ ഭയങ്കര ഫാനാണ്. ആ പടത്തും വെൻ ഡീസലിൻ്റെയൊക്കെ ഫാനാണ്. പക്ഷേ റോട്ടിലിറങ്ങുമ്പോൾ ഞാനും നിങ്ങളും വല്ല കൂടിയ സാധനമൊന്നും അടിച്ചിട്ടല്ല നിങ്ങൾ ഇറങ്ങുന്നതെങ്കിൽ സ്വബോധത്തോടെയാണ് ഇറങ്ങണമെങ്കിൽ 2 കാര്യങ്ങൾ ഓർക്കണം. നമ്മൾ വെൻ ഡീസലും അല്ല, നമ്മുടെ കയ്യിലിരിക്കുന്നത് ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിലെ പോലെ വല്ല മസ്തയാ വല്ല എന്താ അമേരിക്കൻ മസിൽ അങ്ങനെ കൂടിയ സാധനമൊന്നും അല്ല എന്നുള്ളത്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് വണ്ടി ഓടിക്കുക. വളരെ സ്നേഹത്തോടെ എല്ലാ സുഹൃത്തുക്കളോടും എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മളെ സ്നേഹിക്കുന്ന നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മൾ തിരിച്ചു വരുന്ന പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. അതിൽ നമ്മുടെ അച്ഛനമ്മമാരുണ്ടാവും, നമ്മുടെ ഭാര്യമാരോ ഭർത്താക്കന്മാരോ കുട്ടികളോ ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടിയൊക്കെ ഒന്ന് ആലോചിച്ചിട്ട്, ഇതിപ്പോൾ കാലാകാലമായിട്ട് എപ്പോഴും ഇങ്ങനെ റോട്ടിൽ ഈ പറഞ്ഞ പോലെ ഷോ കാണിക്കാൻ വേണ്ടി ഒരുപാട് പേരുണ്ടാവും. നമ്മൾ ഒറ്റ ഉപദേശം കൊണ്ടൊന്നും ആരും നന്നാവില്ല. കേൾക്കുമ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഒന്നും തോന്നട്ടെ, അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഓക്കെ. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഒന്ന് കേട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ശരിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക. ആർക്കെങ്കിലുമൊക്കെ ഒന്ന് ഇതിൽ തിരിച്ചറിവ് കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ. റോഡിലൂടെ കുറച്ചുകൂടെ ശ്രദ്ധിച്ച് നല്ല രീതിയിൽ വണ്ടി ഓടിക്കട്ടെ, കുറേ കാലം കൂടെ അവർ ജീവിക്കട്ടെ എന്ന് സ്നേഹപൂർവ്വം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.